എന്താമ്മേ സ്വീറ്റ്സ് കഴിക്കുന്നില്ലേ? കഴിക്കാടാ. പക്ഷേ അതിനു മുന്നേ ഒരാൾക്ക് കൊടുത്തിട്ട് എന്റെ അക്കിക്ക്, എന്റെ അക്കിമോന്. ഞാൻ എന്താ തന്നോട് പറഞ്ഞിട്ടുള്ളേ? ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ മാനേജ് ചെയ്യുന്നല്ലേ. താൻ ട്യൂഷന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. എന്നിട്ട് എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അതൊന്നും സാരമില്ലെന്നേ. എപ്പോഴും ട്യൂഷനൊന്നും ഇല്ലല്ലോ. വീട്ടില് ചുമ്മാ നിന്നാ ബോറടിക്കും, അതുകൊണ്ടാ. അമ്മ വന്നു. എന്നെ കാണണ്ട, ഞാൻ മാറി നിക്കാം. വേണ്ട. കൃഷ്ണ, ഞാൻ വിചാരിച്ചത് തന്നെ സംഭവിച്ചു. ഒടുവിൽ അമ്മ മകന്റെ അടുത്തെത്തിയല്ലോ. ഞാനാ ഇത് ചെയ്തതെന്ന് രണ്ടാളും അറിയണ്ട. ഓ, ഇന്ന് കാറിലാണോ പച്ചക്കറി വാങ്ങാൻ വന്നേ? അന്ന് കൊണ്ടുപോയ വെജിറ്റബിൾസ് ഒക്കെ ഇത്ര പെട്ടെന്ന് തീർന്നോ? കഴിഞ്ഞ ദിവസത്തെ പോലെ അങ്ങനെ സ്പെഷ്യലായിട്ട് ക്യാഷ് തരുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ പറയണേ. ചിലപ്പോ സമയത്ത് ഭിക്ഷക്കാരെ കിട്ടിയില്ലെന്ന് വരും. ഇവൻ വെറുതെ എന്നോട് ദേഷ്യപ്പെടുക. എന്നോട് അത്രയ്ക്ക് സ്നേഹമുള്ളത് കൊണ്ടല്ലേ ഈ സ്വീറ്റ്സ് അയച്ചു തന്നെ. ആ ലിസ്റ്റിംഗ് തന്നെ എന്തൊക്കെ പച്ചക്കറികൾ എടുക്കണ്ടേ? മോനെ, നിനക്ക് ഇഷ്ടപ്പെട്ട ഈ സ്വീറ്റ്സ് അത് നീ ഒപ്പം ഇല്ലാതെ കഴിക്കാൻ മനസ്സ് വന്നില്ലടാ. അതാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ദാ കഴിക്ക്. എന്താ പുതിയ തന്ത്രം വല്ലതുമാണോ? തന്ത്രോ? എടാ, വെറുതെ തർക്കിക്കാൻ നിൽക്കാതെ ഇതെടുത്ത് കഴിക്ക്. എനിക്കറിയാം, എനിക്ക് നീയും നിനക്ക് ഞാനും. ആ സ്നേഹം ആർക്കും തകർക്കാനാവില്ല. ഇന്നല്ലെങ്കിൽ നാളെ നീ എന്റെ അടുത്തെത്തും. അതെനിക്ക് ബോധ്യായി. പിന്നെ ഞാൻ അമ്മയെ മറന്നിട്ടില്ല, ഒരിക്കലും മറക്കുകയില്ല. പക്ഷേ ഇന്ന് അമ്മയുടെ മോൻ ഒറ്റയ്ക്കല്ല. എന്റെ ശ്യാമയെ കൂടി അമ്മ അംഗീകരിക്കുന്ന അന്ന് ഈ ഞാൻ അമ്മയുടെ അടുത്തുണ്ടാവും. അത് പറഞ്ഞപ്പോ കണ്ടില്ലേ, ആ സ്നേഹമൊക്കെ എവിടെ പോയി? അത്രയ്ക്ക് സന്തോഷത്തോടെയാ ഞാൻ നിന്റെ അടുത്തേക്ക് ഓടി വന്നേ. നീ പിന്നെ അമ്മയെ വിഷമിപ്പിക്കുക. അമ്മ ആലോചിക്ക്, വീട്ടിലെത്തി സമാധാനമായിട്ട് ആലോചിക്ക്. അപ്പൊ ബോധ്യാവും ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന്. ഈ വെയിലിലും പൊടിയിലൊന്നും അധിക സമയം നിൽക്കണ്ട, അമ്മ പൊയ്ക്കോളൂ. ഞാൻ പച്ചക്കറി കടക്കാരനല്ലേ, എനിക്കിതൊക്കെ ശീലമായി. പിന്നെ അമ്മ എനിക്ക് വേണ്ടി കൊണ്ടുവന്ന സ്വീറ്റ്സ് അല്ലേ, തന്നേക്ക്.
കുഞ്ഞിലെ ഒരുപാട് വാരി കഴിപ്പിച്ചിട്ടുള്ളതല്ലേ. ആ നന്ദി മറക്കാൻ പറ്റില്ലല്ലോ. ഈ അമ്മയും മകനെയും ഇനി ഇങ്ങനെ അകറ്റി നിർത്തല്ലേ എന്റെ കൃഷ്ണ. ഇത് നിനക്ക് എടുത്തോ, ഒരു സാരിയ. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാ. നിനക്ക് ഇത് നന്നായി ചേരും. ദേ എടുത്തു നോക്ക്. എന്നിട്ട് ഇതൊന്ന് ഉടുത്തുവാ, ഞാനൊന്ന് കാണട്ടെ. ചെല്ല്. എനിക്കൊന്നും വേണ്ട, മര്യാദയ്ക്ക് ഇത് കൊണ്ടുപോ. വേഗം പോ എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഞാനേ നിനക്ക് വേണ്ടി അത്രയ്ക്ക് മോഹിച്ചു വാങ്ങിയതാ. അപ്പോ നീ ഇത് ഉടുക്കണം, അല്ലാതെ പറ്റില്ലല്ലോ. ദേ ഇവിടെ വേറെ ആരുമില്ല, പുറത്തേക്ക് പോ. ഓ, ആരുമില്ലേ? അപ്പോഴേ നമുക്ക് സ്വകാര്യമായി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താലോ? നന്നായി. നോക്ക്, എനിക്ക് ഒരു കാര്യം സംസാരിക്കാനില്ല, ഒന്ന് പോയി തന്നാ മതി. പോ. പക്ഷേ നമ്മുടെ വിവാഹം, അതിന് നീ സമ്മതിക്കണം. തന്നോട് പല ആവർത്തി ഞാൻ പറഞ്ഞതാ,
കാര്യത്തിൽ എനിക്ക് താല്പര്യമില്ലാന്ന്. പക്ഷേ എനിക്ക് താല്പര്യമുണ്ടല്ലോ. നിന്നെ മറക്കാനും എനിക്ക് കഴിയില്ല. പിന്നെ എന്ത് ചെയ്യാനാ? എന്റെ പൊന്നശ്വതി, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിന്നെയും ശ്രീകുട്ടിയെയും ഞാൻ പൊന്നുപോലെ നോക്കാം. വേണ്ട, തന്റെ ഒരു ഔദാര്യം എനിക്കും എന്റെ മോക്കും വേണ്ട. തന്നെ കാണുന്ന തന്നെ എനിക്ക് വെറുപ്പാ. പറഞ്ഞത് മനസ്സിലായല്ലോ. ഇനി താൻ ഇവിടെ നിൽക്കണമെന്നില്ല. പുറത്തിറങ്ങ. ഞാൻ ആഗ്രഹിച്ചതൊന്നും ഇതുവരെ നടക്കാതിരുന്നിട്ടില്ല. ഇപ്പോ ഇവിടെ വച്ച് കൊട്ടും കുരവയും ആഘോഷങ്ങളും ഒന്നുമില്ലാതെ ആ ചടങ്ങ് ഞാനങ്ങ് നടത്താൻ പോവാ. ഇത് ഈ താലി ഞാൻ നിന്റെ കഴുത്തിൽ കെട്ടാൻ പോവുക. ഇത് മുടങ്ങി നിൽക്കണം. അവിടെ നിൽക്കാൻ.
ഐശ്വര്യ അവിടുത്തെ ഫുഡ് ഇഷ്ടമായോ? ആ എനിക്കിഷ്ടായി. അരുണ്ണോ? ആ നന്നായിട്ടുണ്ട്. ഈശ്വര, എന്നെ രക്ഷിക്കണേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ശ്യാമയുടെ വീടിന്റെ അടുത്തൂടെ നമ്മൾ പോകുന്നേ. കേറണോ? എന്തിനാ? ആ, വെറുതെ ഒന്ന് കാണാനായിട്ട്. ഇത് സ്നേഹം കൊണ്ടല്ലാന്ന് എനിക്കറിയാം. ഓരോന്ന് കണ്ടുപിടിക്കാനല്ലേ. ഇപ്പൊ അതെന്തായാലും വേണ്ട. അവളുടെ അഖിലിന്റെയും പുതിയ ജീവിതം എന്തെന്ന് കാണാന്. മനസ്സിലായി മനസ്സിലായി. അതാ ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞത്. ആ വേണ്ടെങ്കി വേണ്ട. ആ ശ്യാമ എത്ര മണ്ടിയാ. അല്ലെങ്കിൽ ആദ്യമായിട്ട് ബന്ധമുള്ള ആ പെണ്ണിന്റെ കൂട്ടുപിടിച്ച് നമ്മുടെ അമ്മയോട് പിണങ്ങും. അതുകൊണ്ടല്ലേ അവളിപ്പോ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ. അവിടെ നമ്മുടെ വീട്ടില് എത്ര സുഖിച്ച് കഴിഞ്ഞതാ അവള്. ഇപ്പോ പച്ചക്കറി കച്ചവടം കഷ്ടമായി പോയി. ആ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ആ മൂഷിക സ്ത്രീ പിന്നെ മൂഷിക സ്ത്രീ. ആ അവസ്ഥയാ ശ്യാമയ്ക്കിപ്പോ. ഐശ്വര്യ നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. അല്ല, ശ്രീകുട്ടി ഹായ് മോളെ. ശ്രീകുട്ടി ഹായ് അങ്കിൾ. എങ്ങോട്ടാ? വീട്ടിലേക്ക്. എന്താ മോള് വരുന്നോ? ഇല്ല, പിന്നെ ഒരു ദിവസം അമ്മയും കൂട്ടിക്കൊണ്ട് വരാം. സാരമില്ല. ഇന്ന് എന്തായാലും അങ്കിള് മോളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ടേ പോകുന്നുള്ളൂ. വാ മോളെ വാ. നമുക്ക് കാറിൽ പോവാം കേട്ടോ. മോളെന്തെങ്കിലും കഴിച്ചായിരുന്നോ? കഴിച്ചു. ആ അമ്മേ, എന്താ മോളെ? അമ്മയോ? എവിടെ? അങ്കിൾ, അത് എന്റെ അമ്മ. എന്താ മോളുടെ അമ്മ മോളെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുമായിരുന്നോ? അല്ല, അമ്മ വീട്ടിലുണ്ട്. അല്ല പിന്നെന്താ മോളിപ്പോ അമ്മയെ ഓർത്തെ? അതിനെന്താ, നമ്മൾ വീട്ടിലേക്കല്ലേ. മോക്ക് ഇപ്പൊ അമ്മയെ കാണാം. ആ, അങ്കിളിനും മോളുടെ അമ്മയൊന്ന് പരിചയപ്പെടാമല്ലോ. അല്ല അരുൺ എന്താ ഈ കുട്ടിയോട് ഇത്ര ഒരു അഫെക്ഷൻ? വല്ലാത്തൊരു സെന്റിമെന്റ്സ് ഉള്ളതുപോലെ. എന്തോ അറിയില്ല, ശ്രീകുട്ടിയെ കണ്ടതുപോലെ വല്ലാത്തൊരു കൗതുകം. കണ്ടില്ലേ അവളുടെ പ്രസരിപ്പും കിലുകില എന്നുള്ള ഈ സംസാരവും. അതാർക്കാ ഇഷ്ടാവാത്തെ? സോറി, ഞാൻ ലേറ്റായോ? സാരമില്ല, ശ്രുതിമോളും കൂടിയേ വരാനുണ്ടായിരുന്നുള്ളൂ.
മോളെ അകത്തേക്ക് ഇരുത്തിക്കൊള്ളൂ, ക്ലാസ് തുടങ്ങാം. ഹലോ, ശ്യാമ ടീച്ചറല്ലേ ഈ കുട്ടികളെ പാട്ട് പഠിപ്പിക്കുന്ന? ആ അതെ, ശ്യാമയാണ്, പറഞ്ഞോളൂ. ആ, അതെ, എനിക്ക് 45 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. ഞാൻ കൂടി വന്നാ എന്നെ ഒന്ന് പാട്ട് പഠിപ്പിക്കൂ? അതിനെന്താ, സംഗീതം പഠിപ്പിക്കുന്നതിന് അങ്ങനെ പ്രായമൊന്നുമില്ലല്ലോ. സംഗീതത്തോടുള്ള ഇഷ്ടമാണ് പ്രധാനം. അപ്പോ ഇന്ന് തന്നെ ഞാനും വന്നോട്ടെ? ഓ വന്നോളൂ. ക്ലാസ് തുടങ്ങിയോ? ഇല്ല, ഇപ്പൊ തുടങ്ങും, പക്ഷെ അത് സാരമില്ല. വന്നോളൂ. വളരെ ഉപകാരം മോളെ. സിം മാറ്റിയിട്ട് വിളിച്ചതുകൊണ്ട് അവൾക്ക് ആളെ മനസ്സിലായില്ല. വാ മമ്മി, നമുക്ക് അവൾ ഇന്ന് പൊളിച്ചെടുക്കണം. ശ്യാമ, അവളുടെ ഒരു സംഗീത ക്ലാസ് ഇന്നത്തോടെ അതിനൊരു തീരുമാനമാവും. ഐശ്വര്യ, എന്തായാലും ശ്രീകുട്ടിയുടെ അമ്മ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി. നമുക്ക് അവരെ ഒന്ന് കാണാം. നീ ഇറങ്ങ. ആ, ഇറങ്ങി വന്നേ. ഐശ്വര്യ, നമുക്ക് അവരോട് വളരെ മാന്യമായി സംസാരിക്കാം. ആദ്യമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാൻ പറയാം. അത് കേട്ടില്ലെങ്കിൽ പിന്നെ അടുത്ത വഴി എന്താ നോക്കാം. ഈ വെറ്റകളോടൊക്കെ അങ്ങനെ മാറ്റി സംസാരിക്കേണ്ട കാര്യമില്ല. ശരിക്കും നല്ല താക്കീത് കൊടുക്കണം. ആ കുട്ടിയോട് പറ, അവരെ വിളിച്ചിട്ട് വരാം. മോളെ, ശ്രീകുട്ടി, മോളെ ഇറങ്ങി വന്നേ. മോളെ, അമ്മ ഇവിടെ ഉണ്ടെന്ന് ഒരു കാരണവശാലും പറയല്ലേ. അമ്മേ, അതെന്താ? മോൾ, അമ്മ പറയുന്നത് കേക്ക്. ചെല്ല്, അമ്മ ഇവിടെ ഇല്ലെന്ന് പറ. പോ. അമ്മേ, മോളെ, ഇന്ന് മോള് നേരത്തെ ഇവിടെ വീട്ടിലെത്തി. മോളെ ആര് ഡ്രോപ്പ് ചെയ്തെന്ന് പറയും? മോള് ചെന്ന് അമ്മയെ വിളിക്കേ. മോളെന്താ ആലോചിക്കുന്നേ? പോയി വിളിക്ക്, ചെല്ല്. ചെല്ലും മോളെ. അരുൺ, ഞാനൊരു കാര്യം പറയാം. ആ സ്ത്രീയെ കണ്ട ചിലപ്പോ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഐശ്വര്യ, നമ്മളിവിടെ ഒരു വഴക്കിന് വന്നതല്ല. സമാധാനത്തോടെ ഇക്കാര്യം തീരുകയാണെങ്കിൽ അങ്ങ് തീരട്ടെ. അതാ നല്ലത്. മോളെ, അമ്മ എവിടെ? അങ്കിൾ, അമ്മ ഇവിടെ ഇല്ല. ഇല്ലേ? എവിടെ പോയി? അറിയില്ല. എങ്ങനെ വീട്ടിൽ കാണാനാ? കറങ്ങി നടക്കുന്നുണ്ടാവും. അതല്ലേ സ്വഭാവം. ശരി മോളെ, എന്നാ അങ്കിൾ ആൻറ്റി ഇറങ്ങാം.
ശരി അങ്കിൾ. അമ്മേ. ആ അങ്കിളിനെ കാണുമ്പോഴെല്ലാം അമ്മ ഒളിച്ചിരിക്കുന്ന എന്തിനാ? അമ്മ കാറിൽ ഒളിച്ചിരുന്ന എന്തിനാ? പറയമ്മേ. ഒരിക്കലും കള്ളം പറയരുതെന്നല്ലേ അമ്മ എന്നെ പഠിപ്പിച്ചേ? എന്നിട്ട് അമ്മ തന്നെ ഇപ്പൊ എന്നോട് കള്ളം പറയാൻ പറഞ്ഞ എന്തിനാ? മോളെ സോറി മോളെ. ഇനി ഒരിക്കലും അമ്മ മോളോട് അങ്ങനെ പറയില്ല. എന്നാ ഞാൻ ചോദിച്ചതിന് മറുപടി പറയമ്മേ. ആ അങ്കിളിനെ കാണുമ്പോ അമ്മ മറിഞ്ഞിരിക്കുന്ന എന്തിനാ? മോളിപ്പോ സ്കൂളിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ. നീ ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ. അമ്മ നല്ല നെയ്റോസ്റ്റ് ഉണ്ടാക്കി തരാം. അമ്മ ഞാൻ ചോദിച്ചതിന് മറുപടി പറയമ്മേ. പറയാം മോളെ, പിന്നെ ആവട്ടെ. മോള് പോയി ഡ്രസ്സ് മാറ്റ. ഇപ്പോഴേ അമ്മയ്ക്ക് നല്ല തലവേദന. അമ്മയുടെ മോള് നല്ല കുട്ടിയല്ലേ. മോള് ചെല്ല് ചെന്ന് ഡ്രസ്സ് മാറ്റ്. എന്റെ മോള്, അവളുടെ മുന്നിൽ മറുപടിയില്ലാതെ ഞാൻ. ഈശ്വര, എന്തൊരു ജന്മം എന്റേത്. നാദമാണ് സംഗീതത്തിന്റെ ആധാരം. നാദത്തിൽ നിന്ന് ശ്രുതികളും, ശ്രുതികളിൽ നിന്ന് സ്വരങ്ങളും, സ്വരങ്ങളിൽ നിന്ന് രാഗങ്ങളും ഉണ്ടാകുന്നു. ഇവയുടെ മേളനമാണ് സംഗീതം. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പോ സപ്തസ്വരങ്ങള് ആദ്യം ടീച്ചർ പാടും. കേട്ടോ? സരി ഗമ പധ നി സ സാ നി ധ പ മ ഗ രി സ സരി ഗമ പധ നി സ സാ നി ധ പ മ ഗ രി സ സരി ഗമ പധ. ഇത് ഗായിക വിസ്മയല്ലേ? കാണാൻ കഴിഞ്ഞത് എന്നെ ഒരു ഭാഗ്യം. ഞാന് ടീച്ചറെ വിളിച്ച് പെർമിഷൻ ചോദിച്ച 45 വയസ്സ് കഴിഞ്ഞ ആ സ്റ്റുഡന്റ്, അത് ഞാനാ. കൃഷ്ണ, എന്റെ ക്ലാസ് തകർക്കാനുള്ള പുറപ്പാടാ. രക്ഷിക്കണേ. ടീച്ചർ ക്ലാസ് തുടങ്ങിക്കോളൂ, ഞങ്ങള് പഠിക്കട്ടെ. സംഗീതം അറിയാവുന്നവർ മുൻപിലിരിക്കുമ്പോ എന്താ പഠിപ്പിക്കാൻ ഭയമുണ്ടോ? പഠിപ്പിച്ചോളൂ. അപ്പൊ നമ്മള് സപ്തസ്വരങ്ങളില് രണ്ടാം കാലമാണ് പാടിയത്. അത് ശ്രദ്ധിച്ചു കേട്ടോളൂ.
സരി ഗ മ പ. ഒരു മിനിറ്റ്. സരി ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ രി സ. സരി ഗ മ പ ധ നി സ സാ നി. പാടിക്കോളൂ. രണ്ടാം കാലം പാടി ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് അടുത്തത് പഠിക്കാം.